പാലിയേക്കര ടോൾ കേസ് നാളത്തേക്ക് മാറ്റി. റോഡ് നന്നാക്കാതെ ടോൾ പിരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈൻ വഴി ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. എല്ലാ സർവീസ് റോഡുകളും കുഴിയടച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല എന്ന കളക്ടറുടെ റിപ്പോർട്ട്. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, ഒരു സർവീസും നൽകാൻ കഴിയില്ല. സർവീസ് റോഡുകൾ ആകെ കുളമായി കിടക്കുകയാണ്. അവിടെ മണിക്കൂറുകളോളം നീണ്ട ക്യൂ നമ്മൾ കണ്ടതാണ്. ഇനി ഈ ടോൾ പിരിവ് പുനരാരംഭിച്ചേ മതിയാകൂ എന്ന് അവകാശപ്പെടാനുള്ള എന്ത് ധാർമ്മിക അടിത്തറയാണ് ഈ കരാർ കമ്പനിക്കുള്ളത്? മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും അവിടെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. അവർ ആ ആവശ്യം കോടതിയിൽ കഴിഞ്ഞ തവണയും ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇന്നും അത് തന്നെയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. പക്ഷേ കോടതിക്ക് മുന്നിലേക്ക് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടുമുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ അവിടെ നിയോഗിച്ച്, അതായത് ഹൈക്കോടതി നിയോഗിച്ച് അതിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതിൽ പ്രധാനമായും അടിപ്പാതയോട് നിർമ്മാണം നടക്കുന്ന മേഖലകളിലെ സർവീസ് റോഡുകളുടെ അവസ്ഥ എന്ത് എന്നതാണ് പ്രധാനമായും കോടതി പരിശോധിച്ചത്. കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം കൊരട്ടിയിൽ ആ സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. അവിടെ ഇനിയും നിർമ്മാണ ജോലികൾ ബാക്കിയുണ്ട് എന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കോടതിയിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വായിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേരാമ്പ്രയിൽ ഇപ്പോഴും അപകടം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുഴികളുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി പറഞ്ഞത് റോഡ് ശരിയായ രീതിയിൽ നന്നാക്കാതെ അവിടെ ടോൾ പിരിക്കാമെന്ന് കരുതേണ്ട എന്ന ശക്തമായ നിലപാട് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കളക്ടറുടെ റിപ്പോർട്ടും ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും ഒക്കെ കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് നാളെ ജില്ലാ കളക്ടറോട് ഓൺലൈനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ ജില്ലാ കളക്ടർ കൂടുതൽ വിശദീകരണം നൽകണം. അതായത് ഏതൊക്കെ ഭാഗത്താണ് ഇനി നിർമ്മാണം ബാക്കിയുള്ളത്, ഇതുവരെ നിർമ്മിച്ച റോഡുകളുടെ അവസ്ഥ എന്ത്, ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു വിശദീകരണം കോടതിയിൽ നേരിട്ട് നൽകേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഹൈക്കോടതി ഈ ടോൾ പുനഃസ്ഥാപിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പാലിയേക്കരയിൽ ഇപ്പോൾ ടോൾ കൊടുക്കേണ്ടതില്ല. നാളെ വരെ ആ ഉത്തരവ് നീട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റോഡിന്റെ നിർമ്മാണം അത് കൃത്യമാക്കിയാൽ മാത്രമേ ടോൾ പിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട്, പൊതുജനത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ജനകീയമായ ഒരു നിലപാടാണ് കോടതി പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് എടുത്തത്. അതിൽ കൃത്യമായി കോടതി ചോദിക്കുന്നത് യാത്രാ സൗകര്യം ഒരുക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ടോൾ പിരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് മാത്രമാണ്. കളക്ടറെ നാളെ എന്തായാലും വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഉള്ള നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ്, ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരാനുള്ളത് എന്നുള്ളതാണ്. സാധാരണക്കാരന്റെ പണം പിരിച്ചെടുത്തതിന് ശേഷം, അതും കോടികൾ പിരിച്ചെടുത്തതിന് ശേഷം, നിർമ്മാണ ചെലവിന്റെ ഇരട്ടിയോ അതിലധികമോ പിരിച്ചെടുത്തതിന് ശേഷവും കൃത്യമായ യാത്രാ സൗകര്യം ഒരുക്കാൻ കഴിയാതെ കൊള്ള ചെയ്ത് കളയാം എന്ന തിണ്ണമെടുക്കുക എന്ന ധാർഷ്ട്യം എന്ന അധികാര മനോഭാവം എങ്ങനെയാണ് ഇവർക്കുണ്ടാകുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്താലും നിയമത്തിന് തങ്ങളെ തൊടാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം ടോൾ കമ്പനികൾക്ക് കൊടുക്കണമോ വേണ്ടയോ എന്നൊരൊറ്റ കാര്യം തീരുമാനിക്കപ്പെടുന്നത് നാളത്തെ കോടതിയുടെ തീരുമാനത്തോടു കൂടിയായിരിക്കും. ബിനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.